എല്ലാവരോടും സംസാരിക്കുന്ന രീതിയാലും ശരിയല്ല, ഒരു പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അന്നും എന്നും. ഒരു ഗോഡ് ഫാദറും ഇല്ല. ഇറ്റ് ഈസ് എ വൺ മാൻ ഷോ ആൻഡ് ഇറ്റ് ഈസ് എ ട്രൂലി ഹാർഡ് വർക്ക്. എത്ര തിരക്കാണെങ്കിലും ഇന്നാണെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് ഐ വിൽ കോൾ യു ബാക്ക്, അല്ലെങ്കിൽ ഞാനൊരു മീറ്റിങ്ങിലാണ് തിരിച്ച് വിളിക്കാം. അത് രാത്രിയായാലും തിരിച്ച് വിളിച്ചിരിക്കും. ഈ മോഡിജി പോലുള്ള ആ ലെവൽ വരെ താഴോട്ടുള്ളവരുടെ എല്ലാവരുടെയും ഇതുണ്ടെങ്കിലും അത് കാണിക്കാറില്ല, സംസാരത്തിൽ അങ്ങനെ പറയാറില്ല. 365 ഡേയ്സിൽ യു വിൽ സീ ഹൗ ട്രിവാൻഡ്രം ഈസ് ഗോയിങ് ടു ഗ്ലോ അണ്ടർ ഹിസ് ലീഡർഷിപ്പ്. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി മേളിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇനി കോർപ്പറേഷനിൽ വരുന്നവർക്കൊക്കെ ആ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കും. നമസ്കാരം. നിയുക്ത തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷിനെ ആശംസകൾ അറിയിക്കാനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിരവധി പേരാണ് നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചത് VV രാജേഷിനൊപ്പം പഠിച്ച, അതായത് ഡിഗ്രി കാലത്ത് മാർ ഇവാനിയസ് കോളേജിൽ ഒരു ക്ലാസ് മുറിയിൽ പഠിച്ച സുഹൃത്തുക്കളാണ് ഇന്നിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. 1992-95 ഞങ്ങൾ ഇവാനിയസിൽ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചവരാണ്. ഞങ്ങൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. പിന്നെ അന്നു മുതലേ ഒരു വ്യക്തിത്വം, അതായത് ഞാൻ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തുന്നില്ല, പക്ഷേ അന്ന് അവിടെ KSU SFI അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പുള്ളി ഒരു BJP അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ അവിടെ ഒരു ഗ്രൂപ്പോ അതിന് ഇല്ലെങ്കിൽ പോലും ഒരു വ്യക്തിത്വം പുലർത്തിയ, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാനും അതേപോലെ എല്ലാവരോടും സംസാരിക്കുന്ന രീതിയാലും ശരിയല്ല, ഒരു പേഴ്സണാലിറ്റി കീപ്പപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അന്നും എന്നും. അവന് താഴേ തട്ടിൽ നിന്നുള്ള, ഇപ്പം ഒരു ഇവാനിയസ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, എല്ലാ മേഖലയിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹയർ ക്ലാസ് എന്നൊക്കെ പറയാം. പക്ഷേ പുള്ളി എല്ലാവരോടും ഒരേ രീതിയിലുള്ള സൗഹൃദം പുലർത്തിയിരുന്നു, ഒരു വ്യക്തിത്വം പുലർത്തിയിരുന്നു. പിന്നെ ഒരു സൈലൻറ്റ് ഫൈറ്ററാണ് എല്ലാ കാര്യത്തിലും ഇതായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഞങ്ങളെല്ലാം പിരിഞ്ഞതിന് ശേഷവും ഞങ്ങളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഈ ലൈഫ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വളർച്ച, അതിലേക്കുള്ള പുള്ളിയുടെ ഇത് ഞങ്ങളെ തന്നെ ഞെട്ടിച്ചു. കാരണം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട്, കാരണം വെച്ചാൽ ഈ ഡിഡിൻറ്റ് ഹാവ് എനി ഗോഡ് ഫാദർ. പുള്ളിക്കൊരു ഗോഡ് ഫാദറൊന്നുമില്ല. അപ്പോൾ താഴെ തട്ടിൽ നിന്നും മുകളിലോട്ട് വന്ന് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും അവരുടെ എല്ലാം അവരുടെ നന്മകൾ അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടെല്ലാം മേടിച്ചുകൊണ്ട് ഈ ലെവൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വൺ മാൻ ഷോ. ഒരു ഗോഡ് ഫാദറും ഇല്ല. ഇറ്റ് ഈസ് എ വൺ മാൻ ഷോ ആൻഡ് ഇറ്റ് ഈസ് എ ട്രൂലി ഹാർഡ് വർക്ക്. പിന്നെ അതേപോലെ തന്നെ 10 വർഷത്തെ കൗൺസിലറായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്. ആ പൂജപ്പുര ഏരിയയിൽ അത്രയും തോറും ആളുകൾക്ക് നന്മകളെല്ലാം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പദവിയിലെത്താൻ ഏറ്റവും പ്രഗത്ഭവും അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മേയർ. പഠിക്കാൻ മിടുക്കനായിരുന്നു. ഞങ്ങളെല്ലാവരും പഠിക്കാൻ മിടുക്കന്മാരായിരുന്നു, പക്ഷേ ആവശ്യത്തിനെ പഠിക്കൂ, മനസ്സിലായില്ല. പക്ഷേ പഠിത്തത്തിലല്ല കാര്യം, ആൾക്കാരെ മനസ്സിലാക്കുക, അവരുമായിട്ട് സംസാരിക്കുന്ന രീതി. അന്നേ നല്ലൊരു മെച്യൂർഡ് ഗൈ ആണ്. ഞങ്ങളൊക്കെ തമാശ കാര്യങ്ങൾ അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വർഷം മെച്യൂർഡ് ഗൈ. പുള്ളിക്ക് എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഒരു സാധാരണക്കാരനായിട്ട് തന്നെയാണ് പുള്ളി അന്നും ഇന്നും നിൽക്കുന്നത്. ഇപ്പോഴായാലും അത് തന്നെ, ആ സുഹൃത്ത് ബന്ധം. അതിൽ ഏറ്റവും പ്രത്യേകം പറഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും ഇന്നാണെങ്കിലും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് ഐ വിൽ കോൾ യു ബാക്ക്, അല്ലെങ്കിൽ ഞാനൊരു മീറ്റിങ്ങിലാണ് തിരിച്ച് വിളിക്കാം. അത് രാത്രിയായാലും തിരിച്ച് വിളിച്ചിരിക്കും. നമ്മൾ സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് വിളിക്കാനല്ല, പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലോ അങ്ങനെയൊന്നുമല്ല. സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് വിളിക്കുമ്പോഴായാലും പല മറ്റ് നേതാക്കന്മാരിലോ അല്ലെങ്കിൽ പല ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥരിലോ ഇരുന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തിരിച്ച് വിളിക്കും. ഏതാന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിക്കും. നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതിൻ്റെ റെഫറൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തരും. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ കോളേജ് കാലത്ത് എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായി? ഞങ്ങൾ ടൂർ പോയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തേർഡ് ഇയറിൽ നമുക്ക് ടൂർ പോകാമല്ലോ. ടൂർ പോകുന്ന സമയത്ത് ഉണ്ടായ, അതായത് പുള്ളി എന്തോ പറയണ ഒരു ക്രൗഡ് അട്രാക്റ്റിംഗ് ഗൈയാണ്. കാരണം എല്ലാവരെയും സഹകരിപ്പിക്കും. കാരണം സ്വാഭാവികമായിട്ടും SFI KSU എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇതിൻ്റെ അകത്ത് ഈ ടൂർ പോകുമ്പോഴും കുറച്ച് ഈഗോ പ്രോബ്ലംസൊക്കെ കാണുമല്ലോ. പക്ഷെ അതിനെയൊക്കെ ഒന്ന് കൂട്ടിയണച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ലീഡർഷിപ്പ് അന്നേ ഉണ്ടായിരുന്നു.
പുള്ളിക്ക് അന്നും ഇന്നും ആ ലീഡർഷിപ്പ് എപ്പോഴും ഉണ്ട്. അത് അത്ഭുതപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇന്നത്തെ ഈ നിലയിലേക്ക് പുള്ളിയുടെ വളർച്ചയെന്ന് പറയുന്നത് പുള്ളിയുടെ ഹാർഡ് വർക്കാണ്. അന്നും ഇന്നും ആ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. ആ ഒരു എന്താ പറയണേ, ആ ഒരു ഫ്രാങ്ക്നെസ് എന്നല്ല പറയണത്, അതിൻ്റെ ഒരു വാക്കെന്ന് പറയുന്നത് ഒരു സെൽഫ് റെസ്പെക്റ്റും അങ്ങനെയല്ല പറയേണ്ടത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ പുള്ളി കാണിക്കുന്ന ഇതിനോടുള്ള സത്യസന്ധത അതിന്നും മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇന്നാരോട് കണക്ഷനുണ്ട്, പുള്ളിക്ക് ഇന്നും ഈ മോഡിജി പോലുള്ള ആ ലെവൽ വരെ താഴോട്ടുള്ളവരുടെ എല്ലാവരുടെയും ഇതുണ്ടെങ്കിലും അത് കാണിക്കാറില്ല, സംസാരത്തിൽ അങ്ങനെ പറയാറില്ല. ആ ഗൗരവമൊന്നും ഞങ്ങളെ കാണിച്ചിട്ടുമില്ല, ഇനി ആരുടെ അടുത്ത് അത് കാണിക്കത്തുമില്ല. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ഈ 365 ഡേയ്സ് 5 വർഷം മേലെ 365 ഡേയ്സിൽ യു വിൽ സീ ഹൗ ട്രിവാൻഡ്രം ഈസ് ഗോയിങ് ടു ഗ്ലോ അണ്ടർ ഹിസ് ലീഡർഷിപ്പ്. ഇറ്റ് ഈസ് എ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വ്യക്തിപരമായിട്ട് അറിയാം. പിന്നെ ഈ പറയുന്ന സാധാരണക്കാർക്ക് ഇതുവരെ കണ്ട കോർപ്പറേഷനല്ല ഇനി കാണാൻ പോകുന്ന കോർപ്പറേഷൻ, അത് എല്ലാം വ്യത്യാസമായിരിക്കും. നിലയിൽ അത് ഉറപ്പാണ്, അത് ചെയ്തിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ അങ്ങനെ നോക്കി സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കി മേളിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇനി കോർപ്പറേഷനിൽ വരുന്നവർക്കൊക്കെ ആ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കും, എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. എന്തായാലും കോളേജ് കാലഘട്ടം മുതൽ നിയുക്ത മേയറായ വി രാജേഷ് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളൊരു ആളായിരുന്നു, നല്ലൊരു ക്രൗഡ് പുള്ളറായിരുന്നു എന്നാണ് സുഹൃത്തുക്കളെല്ലാവരും തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും വികസന കുതിപ്പിൽ തിരുവനന്തപുരം നഗരസഭ കേരളത്തിൽ തന്നെ നമ്പർ 1 ആകട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്, സുഹൃത്തുക്കളും ആശംസിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.